ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസാണ്. സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്ന മുൻകാല എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സുമായി റിലേറ്റ് ചെയ്ത ചോദ്യം, സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് മാത്സുമായിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാം. എത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് മാത്സ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നും എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഒരു കാര്യത്തിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ട്, കാണാം. ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോയി കാണാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ പലതും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിക്കുകയല്ല ചെയ്തത്. ഇപ്പോൾ ഒരു ചോദ്യം ഇന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് അത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ തിരിച്ചായിരിക്കും ചിലപ്പോൾ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുൻകാല വർഷങ്ങളിൽ വേറെ രീതിയിൽ ചോദിച്ചാൽ ഈ ആർട്ടിക്കിൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ്, താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് യോജിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഇയർ തന്നിട്ട് ഈ ഇയറിൽ നടന്ന സംഭവം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ആ സംഭവം ചോദിച്ചിട്ട് അത് ഏത് ഇയറിലാണ് ചോദിച്ചത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കിലെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എല്ലാ പ്രീവിയസ് ഇയർ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാതും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാമല്ലോ. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരമായിട്ട് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരമായി ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? കുറഞ്ഞ പ്രായം എത്രയാടാ? നമുക്കറിയുന്നല്ലേ, 23 വയസ്സ്. എത്രയാണ്? 23 വയസ്സാട്ടോ. 18 വയസ്സല്ല, 23 വയസ്സാണ്. എനിക്കറിയുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകുന്ന ശരിയായ ഓപ്ഷൻ ഏത് എന്നാണ് ചോദിച്ചത്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാ? ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26. അപ്പോൾ ഒരു ഡാറ്റ കിട്ടി. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. 3 സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ഇതിൽ ഏതൊക്കെ ഓപ്ഷനാടാ ശരി? പറയാൻ പറ്റുമോ? കിട്ടുന്നുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വെച്ചോ. ഈ ഒരു ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കേരളത്തിൽ ഡ്രൈ ഡേ ആയിട്ട് അല്ലെങ്കിൽ മദ്യം വിൽക്കാൻ പാടില്ലാത്ത ദിവസമായിട്ട് പറയപ്പെടുന്ന ദിവസങ്ങൾ ഏതൊക്കെ ദിവസമാണ് മദ്യം വിൽക്കാൻ പാടുക എന്നുള്ള ബന്ധപ്പെട്ട് ഇനിയും പല ചോദ്യങ്ങളുണ്ട്. അതിന് ഈ ഒരു ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ജനുവരി 30 അല്ലേ? ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റാണ്. ഓക്കെ, രണ്ടെന്ന് പറഞ്ഞാൽ ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം എന്ന് പറയുന്നത് ഇല്ല. ഏപ്രിൽ 7 അവധിയില്ല കേട്ടോ. മൂന്നാമത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 എന്തായാലും മദ്യശാലകൾ അടച്ചിടുകയാണ് ചെയ്യാറ്. ഓക്കെ, അടുത്തത് ദുഃഖവെള്ളി ദിനത്തിലും കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധനം ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഏതൊക്കെ ദിവസങ്ങളിലാണ് നമുക്ക് ഈ പറഞ്ഞ മദ്യശാലകൾ അടച്ചിടേണ്ടതുള്ളത് എന്നുള്ള പറഞ്ഞുള്ള എക്സൈസ് വകുപ്പിൻ്റെ അവർ പറഞ്ഞിട്ടുള്ള ഡാറ്റയിലുള്ള ഏതൊക്കെ ദിവസങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ദിവസങ്ങളിലാണ് ഈ പറഞ്ഞ മദ്യശാല അടച്ചിടാത്തതും എന്നുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ 1, 3, 4 ശരിയാട്ടോ. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7 അടച്ചിടുന്ന ഒരു സമ്പ്രദായം ഇല്ല. ഓക്കെ, 1, 3, 4. അപ്പോൾ 1, 3, 4 വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആട്ടോ. ഓപ്ഷൻ എ ആണ് 1, 3, 4. അപ്പോൾ ഇത് തിരിച്ചും ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ അടച്ചിടില്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം കൂടിയും വരാം. ഓക്കെ, അടുത്ത ചോദ്യം. അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഒരു ടേബിളിനെ അടിസ്ഥാനമാക്കി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ തന്ന ഡാറ്റകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ തന്ന ഡാറ്റകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് പരമാവധി ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന മദ്യത്തിൻ്റെ അളവാട്ടോ ചോദിച്ചത്. പലതരം മദ്യമുണ്ട്. അതായത് കള്ളുണ്ട്, ബിയറുണ്ട്, അതുപോലെ തന്നെ വൈനുണ്ട്, കൊക്കോ ബ്രാൻഡി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള പല പേരുകളുണ്ട്. IMFL എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമുണ്ട്,
അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിത, ഇന്ത്യൻ മദ്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എത്ര കയ്യിൽ സൂക്ഷിക്കാം എന്നുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ടേബിൾ ഇവിടെ ടേബിളായിട്ടല്ല ഉള്ളത്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ടേബിളാണ്. കള്ള് 2.5 ലിറ്റർ സൂക്ഷിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ IMFL അത് 3 ലിറ്റർ ആണോ യൂസ് ചെയ്യാൻ പറ്റുക, സൂക്ഷിക്കാൻ പറ്റുക? ബിയർ 3.5 ലിറ്റർ ആണോ? വൈന് 7.8 ലിറ്റർ ആണോ എന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞുതരാം, 2ഉം 3ഉമാണ് ശരി. അതായത് IMFL അതായത് 3 ലിറ്റർ നമുക്ക് 3 ലിറ്റർ വരെ സൂക്ഷിക്കാം, ബിയർ 3.5 ലിറ്റർ വരെ സൂക്ഷിക്കാം എന്നുള്ളതാണ്. ഈ 2 ഡാറ്റയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അതായത് 2ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. 2ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പോൾ 2ഉം 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാ? 2ഉം 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാ? 2ഉം 3ഉം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഒരു ഓപ്ഷനിൽ പ്രിൻ്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ എ ആട്ടോ, അതായത് 2ഉം 3ഉം മാത്രമേ വരുള്ളൂ. 2ഉം 3ഉം മാത്രമേ വരുള്ളൂ. നമ്മുടെ ഓപ്ഷനിൽ ഇവിടെ ഒരു 4ഉം കൂടി ഉണ്ട്. ആ 4 നമുക്ക് വായിച്ചുള്ളത് മതി. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ എ, അതായത് 2ഉം 3ഉമാണ് ശരി. നമുക്ക് ആ പട്ടിക നോക്കിയാലും 2ഉം 3 ശരിയായിട്ടുള്ളൂ. ബാക്കിയുള്ള കണക്കുകളൊക്കെ തെറ്റാം. കറക്റ്റ് കണക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കൃത്യമായിട്ടുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഡാറ്റ അങ്ങ് ഒഴിവാക്കി ഓപ്ഷൻ എ കേട്ടോ. പ്രിൻറ്റ് ചെയ്ത സമയത്ത് ആ 4 ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് IMFL എന്ന് പറയുന്നത് 3 ലിറ്ററും സൂക്ഷിക്കാം, ബിയർ 3.5 ലിറ്റർ വരെയും സൂക്ഷിക്കുക എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും അത് വിൽപ്പനയും അതുപോലെ തന്നെ മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ കുറഞ്ഞ പിഴയും ലഭിക്കുന്ന കുറ്റമായിട്ട് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. ചാരായം നിർമ്മിക്കുന്നതും അത് വിൽക്കുന്നതും 10 വർഷം തടവും 1 ലക്ഷം രൂപ വരെ പിഴ കിട്ടാവുന്നതായ കുറ്റമായിട്ട് നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്? 1997 ആട്ടോ. 1997. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, NDPS ആക്ട് 1985 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ, NDPS ആക്ട് ഏതൊക്കെ പ്രദേശത്താണ് ആക്ട് ചെയ്തിട്ടുള്ളത്? അതായത് കേരളത്തിൽ മാത്രമാണോ എന്നാണ് ചോദിച്ചത്. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ടോ? അതോ ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളാണോ? ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ത്രിപുര, നാഗാലാൻഡ്, ആസാം എന്നിവയും ജമ്മു ആൻഡ് കാശ്മീർ പ്രദേശങ്ങളും ഒഴികെയുള്ള പ്രദേശങ്ങളാണോ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇന്ത്യൻ മുഴുവൻ ഉള്ള പ്രദേശങ്ങൾ NDPS ആക്ട് 1985 ബാധകമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ത്യ ഒട്ടുക്കെ ബാധകമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം, 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 മനസ്സിലാക്കണേ. NDPS ആക്ട് പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താ? 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ ഏതാ? 2 വർഷം തടവും 25,000 രൂപ പിഴയും, 1 വർഷം തടവും 10,000 രൂപ പിഴയും, 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും, 6 മാസം തടവും 5,000 രൂപ പിഴയും. ഏതാ? ഓപ്ഷൻ സി ആട്ടോ. അതായത് 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ത്? 2 കഞ്ചാവ് നടുക, 2 കഞ്ചാവ് നട്ട് വളർത്തുക എന്ന് പറയുന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് മീഥൈൽ ആൽക്കഹോളിൻ്റെ ഫോർമുല എന്താ? മീഥൈൽ ആൽക്കഹോളിൻ്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചു. മീഥൈൽ ആൽക്കഹോളിൻ്റെ ഫോർമുല എന്താടാ? CH3OH ആണ്. എന്താണ്? CH3OH ആണ്. ഇവിടെ ഓപ്ഷൻ ഡി CH3OH ആണ്. CH3OH ആട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്ററാണ്? കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്ററാണ് എന്നാണ് ചോദിച്ചത്. എത്ര പ്രൂഫ് ലിറ്ററാണെന്നറിയോ? അതായത് 37.5 ഉള്ളൂ കേട്ടോ. 37.5 37.5 ലിറ്റർ മാത്രമേ അത് പ്രൂഫ് ലിറ്ററായിട്ട് കണക്കാക്കുന്നുള്ളൂ. ഓക്കെ, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്തിനെ വിളിക്കാൻ പറ്റുക?
എന്തിനെ വിളിക്കാൻ പറ്റുക? 5% വെള്ളമടങ്ങിയ ഈഥൈൽ ആൽക്കഹോളിനെയാണോ, 95% ഈഥൈൽ ആൽക്കഹോളും 3% മീഥൈൽ ആൽക്കഹോളും 2% വെള്ളവും അടങ്ങിയതിനെയാണോ, അതോ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതിനെയാണോ, അതോ 95% ഈഥൈൽ ആൽക്കഹോളും വെറും 5% മീഥൈൽ ആൽക്കഹോളും അടങ്ങിയതിനെയാണോ? ഡൗട്ടായോ? ഓപ്ഷൻ കറക്റ്റ് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ആബ്സല്യൂട്ട് ആൽക്കഹോൾ ഏതാണെന്ന് ചോദിച്ചാൽ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അതായത് 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% അല്ലെങ്കിൽ പെർസെൻറ്റേജ് വെള്ളവും അടങ്ങിയതിനെയാണ് എന്ത് പറയുക? ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചൊരു ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത്? അപ്പോൾ ഏതൊക്കെ ദിവസം തുറക്കാൻ പറ്റും, ഏതൊക്കെ ദിവസം അടഞ്ഞു കിടക്കണം എന്നുമായിട്ടുള്ള പ്രസ്താവനകളാവും നിങ്ങൾക്ക് ഓപ്ഷനിൽ തരാം. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ശ്രീനാരായണ ഗുരു സമാധി ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിജി ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ചോദ്യം. ഇതിൽ എന്താ ശരിയായതാണോ ശരിയല്ലാത്തതാണോ? ഏതാ ശരിയല്ലാത്ത പ്രസ്താവന കേട്ടോ. അപ്പോൾ മനസ്സിലാക്കണം, ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഒന്നാമത്തെ പ്രസ്താവന എന്താ? ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിവസം വിദേശ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം എന്ന് പറയുന്നത് എന്താ അത് ശരിയല്ല കേട്ടോ, അത് ശരിയല്ല. അടുത്തത്, ശ്രീനാരായണ ഗുരു ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം പാടില്ല, അത് ശരിയാണ്. ഓക്കെ, അടുത്തെന്താ? മഹാത്മാഗാന്ധിജി ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം എന്ന് പറയുന്നതും ശരി അല്ല. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയല്ലാത്തത്. 1ഉം 3ഉമാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആട്ടോ, ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയല്ലാത്തത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ഒരു സാധനം ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അടുത്തത്, കേരളത്തിൽ സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻറ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എത്രയാണ്? രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണോ, രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണോ, രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെയാണോ, രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണോ? ഏതാണ്? കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻറ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയമാണ് ചോദിച്ചത്. എന്താണ് പ്രവർത്തന സമയമാണ് ചോദിച്ചത്? അപ്പോൾ അതിന് ആൻസർ എന്താ? രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ കേട്ടോ. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദിച്ചത്, FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് എത്രയാ? 180 മില്ലി കേട്ടോ. 180 ml ആണ്. ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? COTPA നിയമപ്രകാരമായിട്ട് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിൽ നിന്നും പുകയുൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ പാടില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ നൽകരുത്. നമ്മളോട് എന്താ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടോ. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ല അല്ലേ? ഈ കാര്യങ്ങളാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയട്ടെ, ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊരു പ്രശ്നമില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 മീറ്റർ ചുറ്റളവിൽ, അത് 100 മീറ്റർ ആണോ? അത് 200 മീറ്റർ അല്ലേ? നമുക്കറിയാം 200 മീറ്റർ ചുറ്റളവിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് വെറും 100 മീറ്റർ ചുറ്റളവിലല്ല. അങ്ങനെയാണെങ്കിൽ 18 വയസ്സുള്ള തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത് എന്നുള്ള ബോർഡ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അല്ലേ? പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കും ചെയ്യരുത്. അപ്പോൾ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3 ആണ്. അത് ഏതിലാണ് വരുന്നത്? ഓപ്ഷൻ 2ഉം 3ഉം വരുന്നത് സി ആട്ടോ. സി ആണ് ഓപ്ഷൻ. നമ്മുടെ ഓപ്ഷൻ ഏതാ? സി ആട്ടോ. ഓക്കെ, സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കൂ. വീണ്ടും കോട്ട്പ നിയമപ്രകാരം COTPA നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ്
സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്. എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ സജ്ജീകരിക്കേണ്ടത്? മിനിമം എത്ര മുറികൾ വേണം എന്നുള്ളതാണ് ചോദിച്ചത്. അതിന് കണക്ക് എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 30 ആട്ടോ ആൻസർ. എന്താണ്? 30 അതിൻ്റെ ആൻസർ വരുന്നത്. എന്താണ്? 30 ആട്ടോ. മിനിമം 30 മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക സജ്ജീകരണം ഒരുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്ത് ഉള്ള സ്ഥലത്ത് എത്ര ശതമാനം ഭാഗത്ത് പ്രസിദ്ധീകരിക്കാം? നിങ്ങൾ കണ്ടിട്ട് ഒരു സിഗരറ്റിൻ്റെ കൂട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഇത് നല്ലതല്ല, ഹാനികരമാണ് എന്നുള്ളൊരു പരസ്യം ചിത്രങ്ങളുണ്ടാവും. സിഗരറ്റ് ദൂഷ്യഫലമാണ് എന്ന് പറയുന്ന ചിത്രങ്ങളുണ്ടാവും. അത് എത്ര ശതമാനം വരെ കാണിക്കണം, എത്ര ശതമാനം വരെ പ്രദർശിപ്പിക്കണം എന്നാണ്. എത്രയാണെന്നറിയോ? അത് 85 ആട്ടോ. 85% ആട്ടോ. എന്താണ്? 85% ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി മിഷൻ്റെ പേരെന്താ? എന്താടാ പേരെന്താണെന്നറിയോ? അത് വിമുക്തിയാണ്. അപ്പോൾ ഇനി തിരിച്ച് വിമുക്തി എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയണം. വിമുക്തി എന്ന് പറയുന്നതാണ് കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയിട്ട് അതുപോലെ തന്നെ മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു ലഹരി വർജന മിഷൻ്റെ പേരാണ് എന്ത്? വിമുക്തി എന്ന് പറയുന്നത്. എന്താണ്? വിമുക്തി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പോൾ ഇതെന്തിനാണ് ഇത് വെച്ച് നമുക്ക് കിട്ടുന്ന കുറച്ച് ഡാറ്റകൾ ഇതിനുണ്ടാവും. ഓക്കെ, അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടന 2021 ലഹരി വിരുദ്ധ സന്ദേശമായി നൽകിയത് ഏതാ? ചൂടെ കൊടുത്ത ഓപ്ഷനിൽ ഒരു തെറ്റുണ്ട്, അതുകൊണ്ട് ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഡിലീറ്റഡ് ആട്ടോ. ഇത് ഡിലീറ്റഡ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ലഹരി വിരുദ്ധ സന്ദേശമുണ്ട്. അതെന്താണ്? ഇക്കൊല്ലത്ത് എന്താണ്, കഴിഞ്ഞ കൊല്ലത്ത് എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കും. ഇതിപ്പോൾ 23 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിച്ചത് 21 എന്തായിരുന്നു എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ് ടു ഡേറ്റഡ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ലഹരി വിരുദ്ധ സന്ദേശം ഇപ്രാവശ്യത്തെ എന്താണുള്ളത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47മായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? പ്രസ്താവനയിൽ ആർട്ടിക്കിൾ 47മായി ബന്ധപ്പെട്ട് ഏതാണ്? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെ അതുപോലെ തന്നെ മയക്കുമരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. അടുത്തെന്താ പറഞ്ഞത്? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. ഓക്കെ, ഇതിൽ സാധിക്കും എന്നുള്ളതാണ് എന്ത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എയും ഓപ്ഷൻ 1ഉം 3യുമാണ് കറക്റ്റായിട്ടുള്ള 1ഉം 3യും. അപ്പോൾ അതേത് ഓപ്ഷൻ? 1ഉം 3യും മാത്രം. ഓപ്ഷൻ ഡി ആട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. IT ആക്ട് 2000 പ്രകാരം സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആൾ? കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, അതുപോലെ തന്നെ വ്യക്തി. ഈ പറഞ്ഞ 47A പ്രകാരം, ഈ പറഞ്ഞ IT ആക്ട് പ്രകാരം താഴെ പറഞ്ഞ എല്ലാവരും നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ 1, 2, 3 അത് 3ഉം വരുന്ന ഓപ്ഷൻ ഡി ആട്ടോ. 1, 2, 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. ഒരാൾ IT ആക്ടിനെ ലംഘിച്ചുകൊണ്ട് ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക്, അതായത് സത്യസന്ധത അല്ലാതെയോ വ്യാജപരമായോ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ അയാൾക്ക് ലഭിക്കാവുന്ന മാക്സിമം ശിക്ഷ ഏതാ? താഴെ പറഞ്ഞിരിക്കുന്നില്ലേ? 1 വർഷം തടവും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പിഴയുമാണോ? 2 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയുമാണോ? 3 ലക്ഷം തടവും 5 ലക്ഷം രൂപ പിഴയുമാണോ? ഏതാ? മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. താഴെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഒന്നുമല്ല ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഓക്കെ, കറക്റ്റ് ആൻസർ ഡി, ഓപ്ഷൻ ഡി ആട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ 81 കണ്ടിട്ട് പേടിക്കണ്ട, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ, അടുത്ത ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽപ്പറഞ്ഞ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏത്? പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത് എന്താ? അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ് പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ നിയമത്തിൻ്റെ നിർവചനത്തിൽ പൊതുസ്ഥലമായി ഉൾപ്പെടാത്തത് ഏത്? പോലീസ് സ്റ്റേഷനാണോ, റെസ്റ്റ് ഹൗസിലെ താമസിക്കുന്നതിനുള്ള മുറിയാണോ, സ്വകാര്യ മുറിയാണോ, ചരക്കു വാഹനമാണോ, റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് റൂമാണോ? ഇതിൽ പൊതുസ്ഥലമായി പെടാത്തത് ഏതാ? ഓപ്ഷൻ ബി ആട്ടോ, റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകൽ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കേരളത്തിനകത്ത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകൽ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം അധികാരപരിധിയിൽ നിന്നും ആ സ്ഥലത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകൽ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആട്ടോ. അതായത് നമ്മുടെ ചോദ്യം എന്താണ്? ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? ഒരു കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്തു നിന്നും ആ സംസ്ഥാനത്തിൻ്റെയോ അതുപോലെ തന്നെ ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ അതോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതിന് പറയുന്നതാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി ആട്ടോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവാണ് ചോദിച്ചത്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് അതെത്രയാണ്? 1.5 ലിറ്റർ ആട്ടോ. എത്രയാണ്? 1.5 ലിറ്ററാണ്. ഓക്കെ, കള്ളിൻ്റെ അളവ്, മദ്യത്തിൻ്റെ അളവ്. അപ്പോൾ ഇത് ഓരോന്നിലും മാറും. നമ്മൾ പറഞ്ഞു ബിയറിൻ്റെ നേരത്തെ 3.5 ലിറ്റർ ആണെന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അത് മാറും കേട്ടോ. അതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ നമ്മൾ അവസാനത്തിലാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും നിഷ്കർഷം ചെയ്തിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും നിഷ്കർഷിച്ചിട്ടുള്ള മിനിമം പ്രായം എത്രയാണ്? മിനിമം പ്രായം എത്രയാണ്? 18 വയസ്സായിട്ടുള്ള ഒരാൾക്ക് വാങ്ങാൻ പറ്റുമോ? ഇതേ ചോദ്യം മുന്നേ വേറൊരു ചോദ്യമായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. 23 വയസ്സാട്ടോ. മുന്നേ ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യനല്ല, വേറെ രീതിയിലാണ് ചോദിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. NTPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. NTPS ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? മയക്കുമരുന്ന് നിരോധനം, അതുപോലെ തന്നെ നിയമനിർമ്മാണം 1985 NTPS ആക്ടിൻ്റെ ഉദ്ദേശം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1985 വന്നത് കേട്ടോ. അപ്പോൾ മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം 1985 NTPS ആക്ട്, അതാണല്ലോ ആക്ട്. ആ ആക്ട് പ്രകാരം ഉദ്ദേശം എന്ന് ചോദിച്ചാൽ എഴുതിയത് അതാട്ടോ. അതൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഉദ്ദേശപ്രകാരം താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. 1. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനുള്ള ഏകീകരിക്കാനുള്ള ഭേദഗതി വരുത്താനും. അതുപോലെ തന്നെ ഓപ്ഷൻ 2 എന്ന് പറയുന്നത് മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തു വഴി നേടിയ സ്വത്ത് കണ്ടുകിട്ടുന്നതിന്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിന് അധികാരം നൽകുന്നതിന്, അതുപോലെ തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുന്നതിനാണ്. അപ്പോൾ കുറച്ച് ലെങ്തി ചോയ്സുകളാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻ ഏതാണ്? 1, 2, 4 കറക്റ്റാണ്. 1, 2, 4 കറക്റ്റാട്ടോ. ഓപ്ഷൻ 1, 2, 4. അപ്പോൾ ഒന്ന് എന്താ പറയുന്നത്? 1 പറയുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനുള്ള ഭേദഗതി.
ഏകീകരിക്കാനുള്ള ഭേദഗതി. 2 എന്താ പറയുന്നത്? രണ്ടും ശരിയായി പറയാം. മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ കടത്തു വഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളത്. രണ്ടും കറക്റ്റാണ്. 3 തെറ്റാണെന്ന് പറയുന്നുണ്ട്. 4 എന്താ? മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായിട്ടുള്ളതാണ്. അപ്പോൾ 1, 2 അതുപോലെ തന്നെ 4 അപ്പോൾ അതേതാ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 വരുന്നത് ഓപ്ഷൻ 4 ആട്ടോ. ഓപ്ഷൻ ബി ആണ്. കിട്ടിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൈക്കോട്രോപിക് വസ്തുക്കൾ അല്ലെങ്കിൽ മാദക വസ്തുക്കൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? NDPS നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ, അതാണ് മാദക വസ്തുക്കൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവിധ നിർമ്മിത മരുന്നുകളും ഉൾപ്പെട്ടതാണ്. കൊക്കോ ചെടി, കറുപ്പ് ചെടി, കഞ്ചാവ് ചെടി എന്നിവയിൽ നിന്നും വേർതിരിക്കുന്ന വസ്തുക്കൾ ഇതിൽ ഉൾപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇതൊന്നുമല്ല. ഓപ്ഷൻ എ ആട്ടോ കറക്റ്റ് ആൻസർ. NDPS നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളായിട്ട് പട്ടികപ്പെടുത്തി ഉൾപ്പെടുത്തുന്ന പദാർത്ഥങ്ങളാണ് എന്ത്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാനമായ കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുന്ന എന്താണ് പെട്ട ഓഫീസർ ആരാണെന്ന് ചോദിച്ചു. ഓഫീസ് ഏതാണെന്ന് ചോദിച്ചു. അതായത് കേരളത്തിൽ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ മുറികൾ വേണമല്ലോ അല്ലേ, ഉൾപ്പെടെയുള്ള മർമ്മപ്രധാനമായിട്ടുള്ള പ്രധാന എല്ലാ കേന്ദ്രങ്ങളും പൂട്ടി സൂക്ഷിക്കുന്നതിനുള്ള അബ്കാരി ലോക്ക്, അതിനെന്താ പറയുക? അബ്കാരി ലോക്ക് എന്നാണ് നൽകുവാനുള്ള ചട്ടപ്രകാരം അധികാരപ്പെടുത്തിയിട്ടുള്ള ഓഫീസ് ഏതാ? ഡിസ്റ്റിലറി ഓഫീസാണോ? ഓഫീസറുടെ ഓഫീസറാണോ? കമ്മീഷണറുടെ ഓഫീസാണോ? സ്റ്റേഷനറി ഡയറക്ടറുടെ ഓഫീസാണോ? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ ഓഫീസിലാണോ അത് പറ്റുക? ഓപ്ഷൻ ബി, കമ്മീഷണറുടെ ഓഫീസിലാണ് ഈ പറഞ്ഞിട്ടുള്ള അബ്കാരി ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉള്ളത് കേട്ടോ. അബ്കാരി ലോക്ക് കമ്മീഷണറുടെ ഓഫീസിലാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വീണ്ടും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിനെയാണ് എന്ത് പറയുക? ENA എന്ന് പറയുന്നത് കേട്ടോ. ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം വേസ്റ്റേജ് ചട്ടപ്രകാരം അനുവദീയമായത് എത്രയാണ് എന്നതാണ് ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന കണക്കുകൾ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായതെന്ന് വ്യക്തമാക്കുക. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചോദ്യം വ്യക്തമാക്കാം. കേരളത്തിലെ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA അതായത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃതം നഷ്ടം അതായത് വേസ്റ്റേജ് ചട്ടപ്രകാരം അനുവദീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായത്? താഴെ പറയുന്ന കണക്കുകളിൽ ഏതൊക്കെ ശരിയായത് എന്നാണ് നോക്കേണ്ടത്. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 1% വീതം, ഓരോ 500 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം, ഓരോ 400 കിലോമീറ്ററും ദൂരത്തിനും 0.1% വീതം, മറ്റേത് 500 കിലോമീറ്ററിന് ആകെ യാത്രാ പരമാവധിയുടെ 0.5%. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആട്ടോ. ഓപ്ഷൻ ഡി ഇതാണ് ആൻസർ. അപ്പം 4 ആണ് ആൻസർ. അപ്പോൾ 4 വരുന്ന ഓപ്ഷൻ ഏതാ? അത് ബി ആണ്. ഓക്കെ, ഇങ്ങനെ 2 ഓപ്ഷൻസ് വരുമ്പോൾ തെറ്റിപ്പോരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കേരളത്തിൽ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിൻ്റെ വീര്യമളക്കൽ, ഒരു പാത്രത്തിൻ്റെയോ ടാങ്കിൻ്റെയോ അളവ് കണ്ടുപിടിക്കൽ, കാങ്കാട്ടോ. അതുപോലെ തന്നെ സ്പിരിറ്റിൽ എത്ര അളവ് വെള്ളം ചേർത്തിട്ടുണ്ട് എന്നത് കണ്ടുപിടിക്കൽ, അത് തിട്ടപ്പെടുത്തൽ. അതുപോലെ തന്നെ സ്പിരിറ്റിൽ കളറ്, ഫ്ലേവർ എന്നിവ എത്രത്തോളം ചേർക്കണമെന്ന് കണ്ടുപിടിക്കൽ. പ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി പ്രൂവ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിൻ്റെ വീര്യം അളക്കലാണ്. എന്താണ്? സ്പിരിറ്റിൻ്റെ വീര്യം അളക്കലാട്ടോ. സ്പിരിറ്റിൻ്റെ വീര്യം അളക്കലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ,
അപ്പോഴേ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയതുകൊണ്ട് നമ്മളിത് 2 പാർട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, അത് പോയി കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.